ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സോ നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കാം. ഫസ്റ്റിൽ ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഇന്ന് അല്പം സെല്ലിംഗ് ഉണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് സെല്ലിംഗ് ആയിരുന്നു. ഞാനത് മുകളിലോട്ട് ഒരു ബുള്ളിഷ് മൊമെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്, ബട്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ സോ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇവിടെ ഒരു ട്രേഡ് ട്രിഗർ ആവും. ഈ ഒരു ക്യാൻഡിലിൽ ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ സപ്പോർട്ടിൽ ട്രേഡ് ട്രിഗർ ആവും. ബട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് താഴോട്ട് വരും. ലാസ്റ്റ് അവേഴ്സിൽ സെല്ലിംഗ് ഉണ്ടായിരുന്നു. സോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നമ്മുടെ വീക്ക്ലി പൊസിഷൻസ് ബാങ്ക് നിഫ്റ്റിയിലാണ് പറഞ്ഞത്. സോ നമ്മുടെ ട്രേഡ് പ്രകാരം ഈ ഒരു ഏരിയയിലൊക്കെ നമുക്കൊരു ബുള്ളിഷ് മൊമെൻ്റ് ഉണ്ട്. ഈ ഏരിയയിലൊക്കെ നമുക്ക് ട്രേഡ് ട്രിഗർ ആവും. ബട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ നല്ലൊരു താഴോട്ട് നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ബട്ട് താഴോട്ടുള്ള പൊസിഷനിൽ താഴോട്ട് എടുക്കാറില്ല. പൊസിഷനിൽ നമ്മൾ വൺ സൈഡ് എടുക്കാറുള്ളൂ. സോ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഫസ്റ്റ് ട്രേഡ് എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് നാളെ നോക്കാം. ഇതിൻ്റെ മുകളിലൊരു പോസിറ്റീവ് ക്യാൻഡിൽ ഫോം ആയിട്ട് സ്ട്രോങ് പോസിറ്റീവ് ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്ക് ഒരു എൻട്രിയും കൂടെ എടുക്കാം. സോ നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ എൻട്രി എടുക്കാനുള്ള കാരണം, നമ്മൾ റിസ്ക് റിവാർഡാണ്. റിസ്ക് റിവാർഡ് നമ്മളൊരു 1:4 or 5 വയ്ക്കുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ലോസ് അടിച്ച് ട്രേഡിനെയും കാട്ടിലും പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. സോ പൊസിഷനിൽ നമുക്ക് സെയിം പ്രൈസിൽ വരാണെങ്കിൽ നമുക്ക് ഒരു എൻട്രിയും കൂടെ എടുക്കാം. രണ്ട് എൻട്രി എടുക്കാം. ബിക്കോസ് നമ്മളെ സ്റ്റോപ്പ് ലോസ് വളരെ കുറവാണ്. ഇന്നത്തെ പോയിന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഒരു 40 പോയിന്റ് ഉള്ളുമായിരുന്നു. ബട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് അപ് ടു വീക്കെൻഡ് വരെ, അല്ലെങ്കിൽ നല്ല ഷാർപ്പ് മൂവ്മെന്റ് ഉണ്ടായെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള 1:4 or 5 കിട്ടുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള പ്ലാൻ ആയിരുന്നു. ഓക്കെ ഗൈസ്, സോ അതാണ്. നമുക്ക് ബിറ്റ് കോയിൻ നോക്കാം. ബിറ്റ് കോയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഒരു മുകളിലോട്ടുള്ള ചാൻസ് ആണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്, ഞാൻ ഓൾറെഡി ഒത്തിരി നാളായിട്ട് പറയുമായിരുന്നു ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ 93,600 അടുപ്പിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു റേഞ്ച് 1 lakh അടുപ്പിച്ചുള്ള പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു ജനുവരി ഫസ്റ്റ് വീക്കോടുള്ള ട്രേഡ് ഉണ്ടാവുമെന്ന്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നല്ലൊരു കൺസോൾട്ടേഷൻ ഹാൻഡിലാണ്, പോസിറ്റീവായിരുന്നു. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് പോസിറ്റീവാണ്. സ്ലൈറ്റ്ലി ഒരു സെല്ലിംഗ് പ്രഷർ, ഇതൊരു പോസിറ്റീവ് ക്യാൻഡിൽ തന്നെയാണ്, നോ ഇഷ്യൂസ്. നമുക്ക് സിൽവർ നോക്കുകയാണെങ്കിൽ സിൽവർ ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ്. സെല്ലിംഗ് സോണിലായിരുന്നു. ബിക്കോസ് ഓഫ് ദ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് അമേരിക്ക വെനസ്ഡേ അറ്റാക്ക് ചെയ്തത്, അതൊരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. ഗോൾഡ് ആയാലും ഒരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതുവരെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത് 41,200, പക്ഷെ അത് എത്തിയില്ല. അവിടെ നിന്നൊരു ഷാർപ്പ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്ക് ഇന്നത്തെ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ചില ഇൻഡിസസ് പോസിറ്റീവ് ആയിരുന്നു, ചില ഇൻഡിസസ് നെഗറ്റീവ് ആയിരുന്നു. നിഫ്റ്റി 50 നെഗറ്റീവ് ആയിരുന്നു 0.3, നെസ്ലെ 2.76, BEL 2.53, ഐഷർ മോട്ടോഴ്സ് 1.17 അപ്പായിരുന്നു. SCL ടെക്, ഇൻഫി, വിപ്രോ, IT സ്റ്റോക്സ് എല്ലാം ഡൗൺ ആയിരുന്നു. HDFC ബാങ്ക് 2.31 ഡൗൺ ആയിരുന്നു. HDFC ബാങ്കിന്റെ ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിയെ താഴോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ കുറച്ചൊന്ന് പോസിറ്റീവായി നിന്നേനെ. നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ സോളാർ ഇൻഡസ്ട്രീസ് 3.19, ലോധ 3.11, HAL 2.40 അപ്പായിരുന്നു. അദാനി പവർ 1.46, LICI 1.7, നൗകരി 1.91, ഡിമാർട്ട് 2.12 ഡൗൺ ആയിരുന്നു. മിഡ് ക്യാപ്പ് 150 നോക്കുകയാണെങ്കിൽ SVGN 5.96, യൂണിയൻ ബാങ്ക് 3.78, JK സിമെന്റ് 3.41 അപ്പായിരുന്നു. MNM ഫിനാൻസ് 4.95, വാരിയർ എനർജി 5.34, പ്രീമിയർ എനർജി 6.96. ഇതൊക്കെ ഡൗൺ ആയ സ്റ്റോക്സ് ആണ്. സോ നമുക്ക് സ്മോൾ ക്യാപ്പും കൂടെ ഒന്ന് നോക്കാം. സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നെറ്റ്വെബ് 8.13, ഓല ഇലക്ട്രിക് 7.63, ശോഭ 6.80 അപ്പായിരുന്നു. ദേവ്യാനി 5.11, സഫയർ 7.54, എതർ എനർജി 7.64 ഡൗൺ ആയിരുന്നു.
സോ ഇന്നത്തെ മെയിൻ ന്യൂസ് നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ന്യൂസാണ്. അമേരിക്ക വെനസ്വലെ അറ്റാക്ക് ചെയ്തു, പ്രസിഡന്റിനെ ക്യാപ്ചർ ചെയ്ത ന്യൂസാണ്. സോ ദർ വിൽ ബി സം വോൾട്ടിലിറ്റി, ഓയിലിലും കമ്മോഡിറ്റീസിലൊക്കെ കുറച്ച് വോൾട്ടിലിറ്റി ഉണ്ടാവും. ബട്ട് ഇന്ത്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റ്സൊക്കെ പോസിറ്റീവ് ആയിരുന്നു. നിക്കായി എല്ലാം, ജപ്പാൻ മാർക്കറ്റ് എല്ലാം 3% അപ്പായിരുന്നു. സൗത്ത് കൊറിയൻ മാർക്കറ്റും അപ്പായിരുന്നു. സോ മാർക്കറ്റിൽ ഇതുവരെയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കണ്ടു തുടങ്ങിയിട്ടില്ല. ബട്ട് കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ നല്ലൊരു ഫ്ലക്ച്വേഷൻ കാണുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലായ്പ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.